സുഭാഷിതം. ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. ഹിയർ ദ വേർഡ് ഓഫ് ദ ലോർഡ്, യു ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. ഫോർ ദ ലോർഡ് ബ്രിങ്സ് എ ചാർജ് അഗൻസ്റ്റ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ ലാൻഡ്. There is no truth or mercy or knowledge of God in the land. യഹോവ ഇസ്രായേലിനെ ഒരു കോടതിയിലേക്ക് കൊണ്ടുവന്നതുപോലെ അവർക്ക് അതിനുണ്ടായ കാരണങ്ങൾ ഒന്നൊന്നായി തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം വായിച്ച വാക്യത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദേശത്ത് സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനവുമില്ല. ഇവ 3 പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയുമാകുന്നു. സത്യവും കരുണയും ദൈവപരിജ്ഞാനവും ഇല്ലാത്തതുകൊണ്ട് എന്താണ് അതിൻ്റെ പരിണിത ഫലമെന്ന് 2-ാമത്തെയും 3-ാമത്തെയും വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ ആണയിടുന്നു, ഫോഷ്ക് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു. സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു. പ്രിയമുള്ളവരെ, നാം എന്തിനാണ് പഴയ നിയമകാലത്തേക്ക് പോകുന്നത്? നാം ഇന്ന് അധിവസിക്കുന്ന ഭൂമിയിൽ നമ്മുടെ ദേശത്ത് നടക്കുന്ന സകല കാര്യങ്ങളുമല്ലേ പ്രവാചകൻ ദീർഘദൃഷ്ടിയാൽ പ്രവചിച്ചിരിക്കുന്നത്? എന്താണ് പരിജ്ഞാനമെന്ന് ജ്ഞാനിയായ ശലോമോൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 9:10 പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ദേശത്ത് പല സാഹസികതകളും നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വീണ്ടും ജ്ഞാനി പറഞ്ഞിരിക്കുന്നത്, അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല. അവർ എൻ്റെ ആലോചന അനുസരിക്കാതെ എൻ്റെ ശാസനയൊക്കെയും നിരസിച്ചതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ദേശത്തിലെ ജനങ്ങളുടെ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ ജ്ഞാനവും ഗ്രാഹ്യവും എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിന്നും ഭക്തിയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ദൈവഭക്തി ഉപേക്ഷിച്ച് കഴിയുമ്പോൾ സത്യവും കരുണയും ഒക്കെ അതിനോടൊപ്പം തന്നെ ഇല്ലാതെയായി പോകും. സത്യം വ്യക്തിപരമായ അഭിപ്രായത്തിനപ്പുറം ഒന്നിൽ വേരൂന്നിയതായിരിക്കണം. ദയ അല്ലെങ്കിൽ കരുണ എന്ന് പറയുമ്പോൾ സ്വാർത്ഥ താല്പര്യത്തിനപ്പുറത്തേക്ക് പോകുക എന്നാണ് അർത്ഥം. എന്നെ ഞാൻ സ്നേഹിക്കുന്നതിലപ്പുറമായി മറ്റുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി കരുതുക. ദൈവത്തിൻ്റെ ഗുണഗണങ്ങളായ സ്നേഹവും ദയയും കരുണയും ഒക്കെ മനുഷ്യർക്കും നൽകിയിരിക്കുന്നു. അത് മറ്റു മനുഷ്യരുമായി നാം പങ്കിടാതെ മനുഷ്യർ സ്വസ്നേഹികളായി അധർമ്മം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ദൈവം സൃഷ്ടിച്ച മൃഗങ്ങളും പറവജാതികളും ഒക്കെ ദുഃഖിക്കുന്നു. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന് ഹോശേയ 4:6 എഴുതിയിരിക്കുന്നു. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവഭക്തിയോടെ ജീവിക്കണമെന്നും സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇങ്ങനെയുള്ള ഫലം നാം മറ്റുള്ളവർക്ക് പുറപ്പെടുവിക്കണമെന്നുമാകുന്നു. അപ്പോൾ നമ്മുടെ ദേശം സന്തോഷിക്കും. ദേശത്ത് നാം ജീവിക്കുമ്പോൾ സത്യവും ദൈവവും പരിജ്ഞാനവും കൊണ്ട് ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.